വനത്തിനുള്ളിൽ മരിച്ച ആദിവാസി യുവതിയെ തോളിൽ ചുമന്ന പോലീസ് ഉദ്യോഗസ്ഥർ. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയതിനിടെ മരിച്ച ജോനമ്മയുടെ മൃതദേഹമാണ് പമ്പ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ 5 കിലോമീറ്ററോളം തോളിൽ ചുമന്ന് പുറത്തെത്തിച്ചത്. ചൊവ്വാഴ്ച രാവിലെയാണ് ജോനമ്മ വനത്തിനുള്ളിൽ മരിച്ചത്. റിപ്പോർട്ടോടെ പ്രാദേശിക വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അസിത ചേരും. നമസ്കാരം. ലാഹ ആനത്തോട് കോളനിയിൽ പൊടിമോന്റെ ഭാര്യ ജോനമ്മ ചൊവ്വാഴ്ച രാവിലെ 10 മണിക്കാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. ഭർത്താവിനും ബന്ധുക്കൾക്കുമൊപ്പം ഉൾവനത്തിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയതിനിടെയായിരുന്നു ജോനമ്മയുടെ മരണം. 2-ാം തീയതിയാണ് പൊടിമോനും ജോനമ്മയും പൊടിമോന്റെ അമ്മയും മറ്റു ബന്ധുക്കളും കുട്ടികളും അടങ്ങിയ സംഘം ലാഹ കോളനിയിൽ നിന്ന് വനത്തിലേക്ക് യാത്ര തിരിച്ചത്. വാസനപ്പൂവ്, കുന്തിരിക്കം തുടങ്ങിയ വിഭവങ്ങൾ ശേഖരിക്കുകയായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യം. ചാലക്കയത്ത് നിന്നും 5 കിലോമീറ്റർ വനത്തിനുള്ളിൽ തങ്ങിയാണ് ജോനമ്മ അടങ്ങിയ സംഘം വനവിഭവങ്ങൾ ശേഖരിച്ചത്. ജോനമ്മ രക്തക്കുറവിന് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്നുള്ള മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ വനത്തിനുള്ളിലായതിനാൽ മരുന്ന് മുടങ്ങി. ചൊവ്വാഴ്ച രാവിലെ വയറുവേദന ഉണ്ടാവുകയും ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടുകയുമായിരുന്നു. തുടർന്ന് ജോനമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കൂടെയുള്ളവർ ശ്രമിച്ചു. എന്നാൽ ഇതിനുള്ള ശ്രമം ആരംഭിച്ചപ്പോൾ തന്നെ ജോനമ്മ കുഴഞ്ഞു വീണ് മരിച്ചു. പൊടിമോൻ തന്നെയാണ് വിവരം ST പ്രൊമോട്ടറെയും പോലീസിനെയും അറിയിച്ചത്. വിവരം അറിഞ്ഞ പമ്പ പോലീസ് SHO GS ശ്യാംജിയുടെ നേതൃത്വത്തിൽ വനത്തിലേക്ക് തിരിക്കുകയായിരുന്നു. ദുർഘടമായ വനപാതകളും കാട്ടരുവികളും കടന്ന് ഏതാണ്ട് 5 മണിക്കൂറോളം സമയമെടുത്തു പോയി വരാൻ. SI ജയരാജൻ, ഗ്രേഡ് SI KV സജി, SCPOമാരായ സാംസൺ പീറ്റർ, നിവാസ് CPO സുധീഷ് എന്നിവരടങ്ങിയ സംഘമാണ് യുവതിയുടെ മൃതശരീരം ഇത്രയും ദൂരം തോളിൽ ചുമന്നത്. കാട്ടാനശല്യം രൂക്ഷമായ പ്രദേശത്തിൽ കൂടിയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ മൃതദേഹം ചുമന്നു നടന്നത്. പിന്നീട് മൃതദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.